Hello guys, hi guys and how are you? It's me Vlogger here with a new food vlog guys. അപ്പോൾ ഇന്ന് ഞാനും ചേട്ടനും കിച്ചും അപ്പച്ചേട്ടനും കിട്ടൂസും കാശിയും ഒക്കെ ആയിട്ട് മന്തി കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. തസാജ് യമനി മന്തി, ചിക്കൻ മന്തി, ഷവായ് മന്തി, തവ മന്തി, മട്ടൻ മന്തി, അൽഫാം മന്തി. These are the types of mandis getting here. നമുക്ക് കഴിച്ചിട്ട് ഉള്ളത് പറയാം കേട്ടോ. കിട്ടൂസ് ബിസിയാണ് കേട്ടോ, എന്തോ ഡീലിംഗ് ആണ് അല്ലേടാ. ഓക്കെ, ലുക്ക് ഹീസ് മോർ കോൺഷ്യസ് അബൌട്ട് ദിസ് ഫാഷൻ ആൻഡ് ഓൾ. നല്ല ലൈറ്റിങ്, കിടില ലൈറ്റിങ്. ചേട്ടൻ ഇതുവരെ ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടോ? ഇല്ലേ, ഫസ്റ്റ് ട്രൈ ആണല്ലേ. ഞാൻ ഇങ്ങനെയാണ് മറ്റേ സാറിന് മന്തിക്കടയിൽ വന്നിരുന്ന് ഫ്രീ ഫയർ കളിക്കുന്നാടാ. പക്ഷേ കാശിതൊക്കെ മോശമാണ് കേട്ടോ. നീ പബ്ജിയിലോട്ട് മാറണം കേട്ടാ. ഫസ്റ്റ് ട്രൈ ആണ് ഇവിടുത്തെ. അപ്പച്ചേട്ടൻ ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടോ? ഇല്ല, അപ്പച്ചേനും കഴിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു നമ്മളാരും ഇതുവരെ ഇവിടെ നിന്ന് കഴിച്ചിട്ടില്ല. ഐ തിങ്ക് ദാറ്റ് കിട്ടൂസ് മാത്രമാണ്. കിട്ടൂസ് നീ കഴിച്ചിട്ടുണ്ടോ ഇവിടെ നിന്ന്? അല്ല, കിട്ടൂസ് അല്ല, അപ്പോൾ കിച്ചു മാത്രം ഇവിടെ നിന്ന് കഴിച്ചതാണ് എനിക്ക് തോന്നുന്നത്. കിച്ചു എന്തോ കോള് കാര്യമായിട്ട് പുറത്തോട്ട് പോയി. നോക്കാം. എടാ കിച്ചു, നീ ഇതുവരെയെങ്കിലും ഇവിടെ നിന്ന് തസാജിലെ മന്തി കഴിച്ചിട്ടില്ല? ഇല്ല. വേറെ ഏതെങ്കിലും തസാജിലെ മന്തി കഴിച്ചിട്ടുണ്ടോ? മന്തി കഴിച്ചിട്ടുണ്ട്, തസാജിലെ മന്തി കഴിച്ചിട്ടില്ല. ഓക്കെ, നമുക്ക് നോക്കാം. കടക്കലത്തെ ഞാൻ സാറല്ല മാത്രമേ കഴിച്ചിട്ടുള്ളൂ. സാഹറല്ലേ മറ്റേ മുഗൾ ദർബാർ പണ്ട് ഇവരെല്ലാവരും കൂടെ എന്നെ വിളിക്കാതെ പോയി മുഗൾ ദർബാറിൽ. മനഃപൂർവ്വം വിളിച്ചില്ല. എന്ത് ചെയ്യാനാന്ന് നോക്കി. അല്ലെങ്കിൽ ഈ കൊച്ചിലേ മന്തി കഴിക്കാനുള്ള ആ ഒരു അവസരം കിട്ടിയേനെ ഗൈസ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നിലവിലുള്ളത് പള്ളിക്കലാണ് നമ്മൾ നിലവിലുള്ളത്. ഇനി ഇവിടെ നിന്ന് കിച്ചുവിനെ വീട്ടിലാക്കണം. എന്നിട്ട് കിച്ചുവിനെ വേണമെങ്കിൽ നമുക്ക് ഇന്ന് വീട്ടിൽ കൊണ്ടുപോകായിരുന്നു. ബട്ട് നാളെ അവന് ഒരു സ്ഥലത്ത് അത്യാവശ്യമായിട്ട് പോകേണ്ട കാര്യമുള്ളതുകൊണ്ട് അവനെ നമ്മൾ തൽക്കാലം വീട്ടിലോട്ട് കൊണ്ടുപോകണില്ല. ഓക്കെ ഗൈസ്, ഇനി മന്തി ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള മന്തിയൊന്നും ഇല്ല. മറ്റേ മട്ടൻ മന്തി ഉണ്ട്. വ്ലോഗ് എടുക്കാൻ വേണ്ടി മാത്രം സെറ്റ് ചെയ്തേക്കുന്ന ലൈറ്റിങ് കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത് കേട്ടോ. ഇടില്ല, ചേട്ടൻ എന്തോ കാര്യമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ ലൈറ്റിങ് പോരാ അതവിടെ അല്ലെങ്കിൽ ഇപ്പം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടുത്തെ മന്തിയുടെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം നമ്മൾ കഴിച്ച് കേരള ഫുഡ് സേഫ്റ്റി ബ്ലോഗർ. ഓക്കെ, യമനി മന്തി എന്താ സാധനം? സിൻസ് 2020. അടിപൊളി. ചിക്കൻ മന്തി, മട്ടൻ മന്തി, ബീഫ് മന്തി, ചിക്കൻ മാറ്റ്ഫൂൺ മന്തി, ഇതൊക്കെ വെറൈറ്റി സാധനങ്ങളാട്ടോ. പിന്നെ അൽഫാം മന്തി അതറിയാം, കാന്താരി അൽഫാം മന്തി അതും അറിയാം, പെപ്പർ അൽഫാം മന്തി, പെരി പെരി മന്തി, ഹണി അൽഫാമും, ഹണി ചില്ലി. ഞാൻ തരുന്ന വെയിറ്ററാണ്. ഷവായ മന്തി, ഷവായ മന്തി പീസ് ഉണ്ട് കേട്ടോ. അങ്ങനെ മസാല ഷവായ മന്തി എന്താ പറയുക, ഒരു മന്തി അതിൻ്റെ കൂടെ മസാല. 6 പാക്സാ? എന്തൊരു സാധനം? 6 പാക്സ്. എന്തൊരു സാധനം? 4 പാക്സ്. എന്തൊരു സാധനം? വാവ്. പിന്നെ ഷേക്കൻ ജ്യൂസ് ഇല്ല, ഞാൻ നോക്കിയിട്ടില്ല. അപ്പം ഇത്രയാണ് നിലവിലുള്ളത്. ഇതിൽ നമ്മൾ ഏതെങ്കിലും ബുക്ക് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ക്വാളിറ്റി ഉണ്ടെന്ന് പറയാം, ക്വാളിറ്റി ഇല്ലെങ്കിൽ ഞാൻ ക്വാളിറ്റി ഉണ്ടെന്ന് തന്നെ പറയാം. ഓക്കെ,
സ്പ്രൈറ്റ് 2 ലിറ്റർ ഉണ്ടോ? ആ എടുത്തെടുത്തു. 1 ലിറ്റർ എണ്ണ ഉണ്ടോ? പിന്നെ 2 ലിറ്റർ എടുത്താൽ അത് ശരിയാവില്ല. കേടാണ് ബ്രോ ഈ സോഫ്റ്റ്വെയർ ഇപ്പൊ കുടിക്കല്ലേ. പുള്ളിക്കാരന് നല്ല കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. ചാടിപ്പോവും. ഷിപ്പിൽ നിന്ന് ഒരു കണ്ടെയ്നർ ചാടിപ്പോവും. അതിൻ്റെ അകത്തൊരു അതായത് ഈ അഭയാർത്ഥികൾ മറ്റേ ഒരു പെണ്ണും കൊച്ചും മാത്രവും അല്ല നോവേർ സീരീസ് അല്ലേ? അച്ഛൻ പറഞ്ഞത് കാണാൻ പറഞ്ഞു. അച്ഛൻ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ കാണാൻ പറഞ്ഞു. ബ്രോ മയോണൈസ് അൺലിമിറ്റഡ് ആണോ തന്നെ? എടാ മറ്റേ ഇത് പെരി പെരി, ഇത് പെരി പെരി. പെപ്പറൊക്കെ കണ്ടുപിടിക്കുന്ന ഏരിയാണ് മഞ്ഞേരിയിടാം. അതല്ല ഈഗിള്. ഈഗിളിനാണ് ലോക്ക്ഡൗൺ ഈഗിളാണ് ഈഗിള്. ഉയ്യോ, അത് നീ എന്നെ ഇതാക്കി കാണിക്കായിരുന്നു. അത്ര ആരാ അതാണ് ഞാൻ ഗൈസ്, ഇതിപ്പോ പെരി പെരി നോക്കട്ടെ. ചില്ലി ഓർഡർ എന്തോ മാറിപ്പോയി, മാറ്റിക്കൊണ്ടുവരും മക്കളെ. ഗൈസ്, ഈ പെരി പെരി ടേസ്റ്റ് നോക്കട്ടെ. എന്തൊരു ചൂട്! Oh my God. പെരി പെരി. ചേട്ടാ പെരി പെരി എങ്ങനെ ഉണ്ടെന്ന് പറയണേ. പെരിപ്പെരി പോലെ ഉണ്ട്. ഉച്ചയ്ക്ക് മന്തി രാത്രി മന്തി വെച്ച് കൊള്ളാമോ? അപ്പൊ ചേട്ടാ ഇത് പെരി പെരി ഇല്ലേ? എങ്ങനെയുണ്ട്? സാറിനെക്കാട്ടും കൊള്ളാം. സാറിലെ കാര്യം കൊള്ളാന്ന്. ഭയങ്കര ഓവറായിട്ടായി സാറിപ്പം. സാറിന് അഫ്ഗാനി കൊള്ളാം. ഇവിടെ പോണം. നമ്മൾ ലാസ്റ്റ് വേണ്ടിയ സാറൊന്നും അല്ലല്ലോ. അല്ല കൊട്ടാരയിലാണെന്ന് പെരി പെരി പീസ് ഇങ്ങനെ എടുക്കുക, മുക്കുക, എന്നിട്ട് കുറച്ച് സാധനം ഇങ്ങനെ വയ്ക്കുക, കുറച്ച് റൈസ് ഇങ്ങനെ വെച്ചിട്ട്, കുറച്ചുകൂടെ റൈസ് ഇങ്ങനെ വെച്ചിട്ട്, കിടിലം കേട്ടോ, ഒരു രക്ഷയില്ല. അതായത് എനിക്കൊരു സാറുണ്ടായിരുന്നു, പ്രേംകുമാർ എന്ന് പറയുന്ന. ആ സാർ ദിവസവും രാവിലെ നടക്കാൻ വരും. ഒരു 6 മണി തൊട്ട്. വണ്ടിനൊക്കെ എടാ മണിപ്പൂരികളാ. അപ്പൊ അവര് ചിലപ്പോൾ അങ്ങനെ അവരെ ആഹാര രീതിയൊക്കെ അങ്ങനെ. അപ്പം ഞാനാണെങ്കിൽ എനിക്ക് അങ്ങനെയല്ല. അപ്പൊ ഞാനാണെങ്കിൽ മറ്റേ ഞാൻ ഉണ്ടായിരുന്നു, നീ ഉണ്ടായിരുന്നു, പിന്നെ വേറെ ആരുണ്ടായിരുന്നു? നമ്മൾ 3 പേരും കൂടെ പുൽക്കൂട് പണിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ സാറ് ചോദിച്ച്, അഭിമന്യു വാട്ട് ആർ യു ഡൂയിങ്? അപ്പൊ എനിക്കാണെങ്കിൽ സംഭവം കിട്ടുന്നില്ല. എല്ലാവരും ഉണ്ട്. എവിടെ വെച്ചുണ്ട്? വീടിന്റെ ഫ്രണ്ടിൽ. നമ്മൾ ആ വീടിന്റെ ഫ്രണ്ടിൽ തെങ്ങ് വെക്കുന്നില്ലേ, അവിടെയാണ് നമ്മൾ പണിഞ്ഞത്. അപ്പം സാറിങ്ങനെ വെച്ചപ്പോൾ കിട്ടൂസിന് അന്ന് ഇത്ര ഇതൊന്നുമില്ല, ഇത്ര ധൈര്യമൊന്നുമില്ല. അപ്പൊ കിട്ടൂസ് പറയാ, സാർ വി ആർ ഡൂയിങ് ലെപ്പേർഡ് നെസ്റ്റ്. We are doing leopard nest. ഈ leopard എന്തിന്?
പുലിയൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ ചാൻസ് കാണുമല്ലോ. അല്ല അങ്ങനെ ഒരു മണ്ടനാട്ടാ എടേ പാവള എന്നെ വേണ്ട. അങ്ങനെ ചാൻസ് കാണും. പുള്ളിക്കാരന്റെ ഭാര്യ ഉണ്ടായിരുന്നല്ലോ. പിന്നെ സഹോദരി ഉണ്ടായിരുന്നു, റോസും പിന്നെ അബി എന്ന് പറയുന്ന ഒരു ടീച്ചറും ഉണ്ടായിരുന്നു. ആ ഭയങ്കര വിറ്റായിരുന്നു ആ സാധനം. അന്നൊക്കെ വ്ലോഗിങ് തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പൊ രക്ഷപ്പെട്ടേനെ. ഗൈസ് ഫുഡൊക്കെ കഴിച്ചു. കൊള്ളാം, നല്ല ഫുഡ്. സാറൽ മന്തിയെക്കാളും കൊള്ളാം, തുറന്നു പറയാം. സാറൽ മന്തിയെക്കാളും കൊള്ളാം. എന്തുകൊണ്ട് കൊള്ളാം? ഞാൻ ഹണി അൽഫാം കഴിച്ചു നോക്കി, അതുപോലെ പെരി പെരിയും കഴിച്ചു നോക്കി, കിട്ടില്ല. പക്ഷേ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഇവിടെ അഫ്ഗാനി മന്തി ഇല്ല. പക്ഷെ അത് സാറൽ മന്തിയിൽ കിട്ടും. പക്ഷെ സാറൽ മന്തി കിട്ടുമെങ്കിലും കഴിക്കാൻ ഇവിടുത്തെ പെരി പെരിയും അതുപോലെ ഇവിടുത്തെ ഹണി ചില്ലിയും തന്നെ നല്ല കിടിലൻ ടേസ്റ്റ്. നല്ല കിടിലൻ ടേസ്റ്റാണ്. പക്ഷേ അവിടുത്തെ അഫ്ഗാനി കഴിച്ചിട്ട് എനിക്ക് വലിയ ഇത് തോന്നിയില്ല. ഇവിടെ നമ്മൾ 10-ന് ഒരു 8 കൊടുക്കാൻ പറ്റും. പക്ഷെ സാറല്ലാണെങ്കിൽ ഒരു 10-ന് റേറ്റിംഗ് ആണെങ്കിൽ ഒരു 6.5 അത്രയൊക്കെ കൊടുക്കാൻ പറ്റും. അത്രത്തോളം ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റ. ബാക്കി കാറ് കയറിയിട്ട് പറയാം. ഗൈസ്, അപ്പോൾ ജെന്യൂൻ ആയിട്ടുള്ള നമ്മുടെ ഒപ്പീനിയൻസ് നമ്മൾ ഷെയർ ചെയ്യുവാണ്. ഞാൻ കഴിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് പെരി പെരി മന്തിയാണ്. പെരി പെരി മന്തി കൊള്ളാം. സാറൽ മന്തിയെക്കാളും നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് തന്നെയാണ് ഉള്ളത്. വേറെ ഒപ്പീനിയൻ ആർക്കെങ്കിലും? ചേട്ടൻ കഴിച്ച മന്തി ഏതായിരുന്നു? ഞാൻ കഴിച്ച ഹണി ചില്ലിയാണ്. ഹണി ചില്ലി എങ്ങനെ ഉണ്ടായിരുന്നു? പക്ഷേ സഹറല്ല മയണൈസാ നല്ലത്. മയണൈസ് സഹറല്ല നല്ലത്. അടിപൊളി കാശി, നീ ഏതാടാ കഴിച്ചത്? ഞാൻ കഴിച്ചത് പെപ്പർ ചിക്കൻ മന്തിയാണ്. ഭയങ്കര എരിയായിരുന്നു. അപ്പൊ ചേട്ടാ കഴിച്ച മന്തി ഏതാണ്? ഇവിടുത്തെ മന്തിയും സാറിൽ മന്തിയും തമ്മില്? എടാ ഞാൻ പറഞ്ഞത് അങ്ങനെ എനിക്കറിയത്തില്ല. ഒന്നാമത്തെ കാര്യം കുറേ നാളെ കഴിച്ചിട്ട് അപ്പം പിന്നെ നല്ല വിശപ്പ് നമ്മൾ കഴിച്ചുകൊണ്ട് ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നി. പക്ഷെ മറ്റിടത്തേക്കാളും കുറച്ചുകൂടെ നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു എവിടുത്തെ സാറിലെ കാട്ടി. അവിടുത്തെ മയോണൈസിനെ കുറിച്ച് പറയാനുള്ളത് ഞാൻ കഴിച്ചില്ല. ബട്ട് മന്തി വാസ് ലൈക്ക് ഗുഡ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഏത് പെരിപ്പെരിക്ക്. മറ്റേ സഹാറിൽ ഭയങ്കര ഡ്രൈ ആയിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നല്ല ഫ്ലേവർ. പക്ഷെ സാറില് നല്ല മയണൈസ് അല്ലായിരുന്നടാ. അത് കുപ്പി കൊണ്ടാണ്. അല്ല, സാറില് നല്ല കട്ടിയുള്ള മയണൈസ് ആയിരുന്നു. നീ കഴിച്ച ഏതാടാ? ഞാൻ ഹണിച്ചില്ലി എങ്ങനെ ഉണ്ടായിരുന്നു? തസാദ് ഔട്ട്ലെറ്റുകളിൽ ഞാൻ സാറിന് പോണേണ്. അപ്പോൾ അവർ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കൊള്ളാം, എല്ലായിടത്തും ഒരേപോലെ ജെന്യൂൻ. ഓ മൈ ഗോഡ്, 100% പ്രൊഫഷണൽ. അടുത്ത കിച്ചു ഓക്കെ ആയിരുന്നു. ഇത്രേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ ആയിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മള് നമ്മുടെ ഫുഡ് വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യുവാണ്. ഓക്കെ, ടുഡേ വി ആർ സൈനിങ് ഓഫ് ആൻഡ് സീ യു ഓൺ നെക്സ്റ്റ് വ്ലോഗ് ഗൈസ്. ടാറ്റാ.